സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 20 വാക്യങ്ങൾ 24 മുതൽ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെട്ടവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ നാമത്താൽ ജീവിത യോഗ്യതകളാൽ വിശുദ്ധീകരിക്കപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ജീവിത യോഗ്യതകളാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുദിനത്തിന്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഈജിപ്തിന്റെ മരുഭൂമിയിൽ അറകളിൽ ജീവിച്ചിരുന്ന സന്യാസിനിമാരുടെ ചരിത്രത്തിൽ അമ്മ സാറ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസിനിയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. സെറ്റിസ് പട്ടണത്തിൽ നിന്ന് ഏകദേശം 5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്ന മരുഭൂമിയിൽ മരുഭൂമിയിലെ അറയിൽ ജീവിച്ചിരുന്ന ഒരു ധന്യ സ്ത്രീയായിരുന്നു അമ്മ സാറ. ഈജിപ്തിലെ മരുഭൂമി പിതാക്കന്മാർ അറിയപ്പെടുന്നത് ആബാമാരായിട്ടാണ്. സന്യാസിനികൾ അറിയപ്പെടുന്നത് അമ്മമാരായിട്ടാണ്. അമ്മ സാറ, അമ്മ കാതറീന, ഇങ്ങനെയുള്ള സന്യാസിനികൾ. അമ്മ സാറ 40 ദിവസം
ഉപവാസം അനുഷ്ഠിച്ചു. 40 ദിവസം ഉപവാസം അനുഷ്ഠിച്ചു. 41-ാം ദിവസം മുതൽ അവൾ രോഗിണിയായി. മരുഭൂമിയിലെ അറയിൽ ആരും സഹായിക്കാനില്ലാതെ ആ അറയിൽ അവൾ രോഗിണിയായി കിടപ്പിലായി. 31-ാം ദിവസം 30 ദിവസം ആരും അവളെ സഹായിക്കാൻ എത്തിയില്ല. ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ദൈവം ഒരു മാലാഖയെ അമ്മ സാറായിയുടെ ആ അറയിലേക്ക് അയച്ചു. മറ്റു സന്യാസിനിമാർ കരുതി ഈ സ്ത്രീ മരിച്ചു കാണും എന്ന് കരുതി. 7 ദിവസങ്ങൾക്ക് ശേഷം, 31 മുതലുള്ള 7 ദിവസങ്ങൾക്ക് ശേഷം ഈ സന്യാസിനികൾ ഒരുമിച്ച് കൂടി. അന്ന് അടക്കം ചെയ്യുന്ന പാരമ്പര്യമില്ലാതിരുന്നു. മരുഭൂമിയിൽ മരിക്കുന്ന സന്യാസിനിമാരുടെയും സന്യാസിമാരുടെയും ശവം വലിച്ച് മറ്റുള്ളവർ വലിച്ചെടുത്തു കൊണ്ടുപോയി മലമുകളിൽ ഉപേക്ഷിക്കുകയാണ് പതിവ്. പല ശവശരീരങ്ങളും അഴുകാതെ വർഷങ്ങളോളം നിലനിന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. അപ്പോൾ സന്യാസിനിമാർ ഒരുമിച്ച് കൂടി ഇവരുടെ ശവം അറയിൽ നിന്ന് എടുത്ത് മലമുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവർ ഒരുമിച്ച് വന്ന് അമ്മ സാറായിയുടെ അറയുടെ മുന്നിൽ മുട്ടി. ഉടനെ അത്ഭുതമെന്നോണം അറയുടെ ഉള്ളിൽ നിന്ന് ഈ സന്യാസിനി വിളിച്ചു കരഞ്ഞു, ദയവായി നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോവുക. മരിച്ചു എന്ന് കരുതിയിരുന്ന അവൾ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോവുക, വിട്ടുപോയിക്കൊള്ളുക. അത്ഭുതം തോന്നി സന്യാസിനിമാർ ആ അറയുടെ വാതിൽ ഇടിച്ചു തുറന്ന് അകത്ത് കയറിയപ്പോൾ അമ്മ സാറ നിലത്തിരുന്ന് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചു, എന്തു പറ്റി? അമ്മ സാറ പറഞ്ഞു, 30 ദിവസം ഞാൻ ഇവിടെ രോഗിണിയായി കിടന്നെങ്കിലും ആരും എന്നെ സഹായിക്കാനോ തിരിഞ്ഞു നോക്കാനോ വന്നില്ല. അതിനാൽ ദൈവം എനിക്കായി ഒരു മാലാഖയെ അയച്ചു തന്നു. ആ മാലാഖ എന്നോടൊത്ത് ഇവിടെ എന്നെ പരിചരിച്ച് എന്നെ ശുശ്രൂഷിച്ച് ഇവിടെ ജീവിക്കുകയായിരുന്നു. നിങ്ങൾ വന്ന് എന്റെ അറയുടെ വാതിൽക്കൽ മുട്ടിയ നിമിഷം ആ മാലാഖ എന്നെ വിട്ടിട്ട് പോയി. ഇതൊരു സംഭവമാണ്. അതുപോലെ തന്നെ മരുഭൂമിയിലെ പിതാവായിരുന്ന ആബ എൽദോയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നത്. ആ സംഭവം ഇതാണ്. അഗ്നിയിൽ റൊട്ടി അപ്പം മൊരിച്ചെടുത്ത് തന്റെ സഹോദരങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ആബ എൽദോയ്ക്ക്. ഒരു ദിവസം മടി മൂലം, അലസത മൂലം ആബ എൽദോ ആശ്രമത്തിന്റെ മരുഭൂമിയിലെ തന്റെ അറയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എല്ലാ സന്യാസിമാരും വിചാരിച്ചു, സമയമാകുമ്പോൾ ഇഷ്ടംപോലെ റൊട്ടി തിന്നാം, മൊരിച്ച റൊട്ടി തിന്നാം എന്ന പ്രതീക്ഷയോടുകൂടി സമയമായപ്പോൾ എല്ലാവരും ആബ എൽദോയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് ഒരുമിച്ച് കൂടിയപ്പോൾ ആരുമില്ല, എൽദോയുമില്ല, അപ്പവുമില്ല. എല്ലാവരും കൂടി ആബ എൽദോയെ ശപിച്ചു. ഈ സന്യാസിനിമാരുടെ കാര്യം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത നീ ശപിക്കപ്പെട്ടവനാകട്ടെ, ശപിക്കപ്പെട്ടവനാകട്ടെ. ഇത്രയും പറഞ്ഞ നിമിഷം ആബ എൽദോ അവിടെ നിന്ന് എണീറ്റ് തന്റെ അറയിൽ നിന്ന് ഇത് കേട്ടുകൊണ്ട് എണീറ്റ് ഓടി വന്ന് സമൂഹത്തിൽ എല്ലാവരുടെയും മുൻപിൽ മുട്ടുകുത്തി തല കുമ്പിട്ട് നിലത്ത് കുരിശു വരച്ച് തല നിലത്ത് സ്പർശിച്ചുകൊണ്ട് അവിടെ കിടന്നു. ചരിത്രം പറയുന്നു, ആബ എൽദോ തല നിലത്ത് മുട്ടിച്ച് കിടന്നിടത്ത് ഒരു കുറിപ്പ് ആരോ എഴുതി വെച്ചു എന്ന് പറയുന്നു. തല മുട്ടിച്ച് കിടന്നിടത്ത് ആബ അവിടെ കിടന്ന് മരിക്കുകയാണ്. തല കുമ്പിട്ട് നിലത്ത് മുട്ടിച്ച് അവിടെ കിടന്ന് കുറെ നാളുകൾക്ക് ശേഷം ആബ എൽദോ അവിടെ കിടന്ന് മരിക്കുകയാണ്. മരിക്കുമ്പോ ആബ എൽദോയുടെ ശിരസിനടുത്ത് ഒരു കുറിപ്പുണ്ടായിരുന്നു. സഹോദരനെ തന്നെക്കാൾ അധികമായി
സ്നേഹിച്ചവൻ, സഹോദരനെ തന്നേക്കാൾ അധികമായി സ്നേഹിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് സംഭവങ്ങൾ കൂട്ടി വായിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരുനാള്, തോമാസ് ശ്ലീഹായുടെ തിരുനാള്, മറിയം ത്രേസ്യയുടെ തിരുനാൾ. ഞാൻ ആരെ കുറിച്ച് പറയണം എന്ന് എനിക്ക് തന്നെ ഒരു മനസ്സിലൊരു സംഘർഷമായിരുന്നു. എനിക്ക് അധികം മറിയം ത്രേസ്യയെ കുറിച്ച് അധികം അറിയില്ലായിരുന്നു. എനിക്ക് അത്ര വിവരമുള്ളൂ ബഹുമാനപ്പെട്ട വികാരിച്ചിന് മനസ്സിലായിട്ടോ എന്തോ കഴിഞ്ഞ ദിവസം മറിയം ത്രേസ്യയുടെ ഒരു ജീവചരിത്ര പുസ്തകം വികാരിച്ചൻ എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് നിധി കിട്ടിയ പോലെ ഞാനൊരു 4-5 പ്രാവശ്യം അത് വായിച്ചു. പുസ്തകങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് വായിച്ച് സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാനൊരു 4-5 പ്രാവശ്യം വായിച്ചു. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും എന്നെ പരിശുദ്ധ അമ്മയുടെയും തോമാസ് ശ്ലീഹായുടെയും ദൈവാനുഭവത്തിന്റെ ഓരോ മേഖലകളിലേക്കും എന്റെ മനസ്സിനെ നയിക്കുകയായിരുന്നു ആ പുസ്തകം. കാരണം ആ പുസ്തകത്തിൽ നിന്നും, ആ പുസ്തകത്തിന്റെ താളുകളിലൂടെ ഗ്രന്ഥകർത്താവോ അല്ലെങ്കിൽ ആ മറിയം ത്രേസ്യയുടെ ജീവചരിത്രം പഠിച്ച വ്യക്തിയോ മറിയം ത്രേസ്യയുടെ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ വംശം അക്ഷരങ്ങളിലേക്ക് പകർത്തി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ പകർത്തിയ സന്ദേശം ഇതാണ്: ഒറ്റയ്ക്കായിരുന്നപ്പോഴും സമൂഹത്തിലായിരുന്നപ്പോഴും ഒരുപോലെ തന്റെ ദൈവത്തെ അനുഭവിച്ചവളാണ് മറിയം ത്രേസ്യ. ഒറ്റയ്ക്കായിരുന്നപ്പോഴും സമൂഹത്തിലായിരുന്നപ്പോഴും ഒരുപോലെ ദൈവാനുഭവത്തിന്റെ തുടിപ്പുകൾ നെഞ്ചിൻ കൂട്ടിലേറ്റിയവളാണ് മറിയം ത്രേസ്യ എന്ന് ബോധ്യമാവുകയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ തീവ്രത അനുഭവിക്കുക, സമൂഹത്തിലായിരിക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ തീവ്രത അനുഭവിക്കുക, ഇത് രണ്ടും ഒത്തിരി വ്യത്യാസങ്ങളുള്ളതാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവാനുഭവത്തിന്റെ രുചി അറിയണമെങ്കിൽ, ദൈവാനുഭവത്തിന്റെ തുടിപ്പറിയണമെങ്കിൽ, ആ ജീവിതത്തിൽ ദൈവത്തിന്റെ ചൈതന്യം കിനിഞ്ഞ് ഇറങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ, ആ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും തന്നിൽ നിന്ന് ഉയരുന്ന വാക്കുകളിലോ ചിന്തകളിലോ പ്രവൃത്തികളിലോ വികാരങ്ങളിലും വിചാരങ്ങളിലും ബോധ്യങ്ങളിലും വിശ്വാസത്തിലും ധാർമ്മികതയിലും ആ ദൈവമാണ് ഏറ്റവും മുന്തിയത്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊരു ബോധ്യം നിറയണം. ഏകാന്ത ഭവനം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ആർട്ടിക്കിൾ പുസ്തകത്തിലുണ്ടായിരുന്നു. ഞാൻ പലവരും വായിച്ചു. മറിയം ത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന്റെ തുടിപ്പ് യേശുവിന്റെ ആത്മാവിന്റെ തുടിപ്പായി മാറിയ ഒരു വ്യക്തിയാണ്. ശരീരത്തിൽ മിടിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവത്തിന്റെ ചൈതന്യമാണ് ശരീരത്തിലെ ഞരമ്പുകളിൽ മിടിക്കുന്നത് എന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അനുഭവിച്ചവളാണ് മറിയം ത്രേസ്യ. എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയുടെയും തോമാസ് ശ്ലീഹായുടെയും ജീവിത അനുഭവത്തിന് ഉചിതമായ ഒരു സാക്ഷി, അനുയോജ്യയായ ഒരു സാക്ഷിയായി മറിയം ത്രേസ്യ. അതുകൊണ്ട് തന്നെയാണ് സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ആ കന്യാസ്ത്രീ ഉയർത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കാം. 1845 111 സൂക്തങ്ങളുള്ള ഒരു ഗ്രീക്ക് പാപ്പിറസ്, ഗ്രീക്ക് ചുരുള് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. 111 സൂക്തങ്ങളാണ് അതിലുള്ളത്. ആ സൂക്തങ്ങളിൽ ആദ്യ സൂക്തം പറയുന്നത് ഇപ്രകാരമാണ്: ജീവന്റെ ശ്വാസം മനുഷ്യരിൽ നിക്ഷേപിക്കുകയും ആ ശ്വാസത്തിലൂടെ ദൈവിക ചൈതന്യത്തെ മനുഷ്യന്റെ അന്തരാളങ്ങളിലേക്ക് നിറയ്ക്കുകയും ചെയ്ത ദൈവമായ കർത്താവ് മനുഷ്യനായി അവതരിച്ച് ക്രിസ്തുവിൽ ഇതാ നിന്റെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നു. ക്രിസ്തു എന്ന വ്യക്തിയിൽ ഇതാ നിന്റെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നു.
ഒന്നാമത്തെ സൂക്തം പറയുന്നതാണ്. തുടർന്ന് അങ്ങോട്ടുള്ള സൂക്തങ്ങളിൽ പറയുന്നത് ഇതാണ്: ആ ജീവശ്വാസം നിന്റെ ശരീരത്തിന്റെ ഞരമ്പുകളിലേക്കും ആത്മാവിന്റെ മേഖലകളിലേക്കും ബുദ്ധിയുടെ മേഖലകളിലേക്കും ബന്ധങ്ങളിലേക്കും ഒഴുകി ഇറങ്ങണം. പരിശുദ്ധ അമ്മയെ കുറിച്ച് കാർഡിനൽ റാറ്റ്സിംഗർ, ഇപ്പോഴത്തെ മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മരിയൻ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, ഗർഭാശയത്തോടുള്ള വിശ്വസ്തത പുലർത്തുവാൻ സഭ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഗർഭാശയത്തോടുള്ള വിശ്വസ്തത എന്നതുകൊണ്ട് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നത് ഇതാണ്: നീയും ഞാനും അമ്മയുടെ അതുകൊണ്ടാണ് ആ ആദ്യ വാക്കിൽ തന്നെ പരിശുദ്ധ പിതാവ് ഉപയോഗിച്ചത് അമ്മയുടെ മക്കളെ. പരിശുദ്ധ മാതാവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ അമ്മയുടെ ഗർഭാശയത്തോടുള്ള നിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സഭ നിന്നോട് ആഗ്രഹിക്കുന്നു, നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് മരിയൻ തീർത്ഥാടകർക്ക് ഉപദേശമായി പരിശുദ്ധ പിതാവ് പറയുകയാണ്: നിന്റെ കർമ്മങ്ങളിലും നിന്റെ വചനങ്ങളിലും നിന്റെ ചിന്തകളിലും നീ പരിശുദ്ധനായിരിക്കുമ്പോൾ നിന്റെ അമ്മയുടെ ഗർഭാശയം ദൈവാത്മാവിന്റെ നിറവിന്റെ മേഖലയായി മാറും. പരിശുദ്ധ അമ്മ എന്റെയും നിന്റെയും അമ്മയായി മാറും. പരിശുദ്ധ മറിയം എന്റെയും നിന്റെയും യഥാർത്ഥ അമ്മയായി മാറും. സഭയുടെ മാതാവായി മാറും. ദൈവാത്മാവിന്റെ നിറവുള്ള സഭാ സമൂഹത്തിന്റെ അമ്മയായി മാറും. യേശുവിന്റെ ഭൗതിക ശരീരമായ യേശുവായ സഭയുടെ അമ്മയായി മാറും. യേശുവിന്റെ അമ്മയായി മാറും. തോമസ് ലീഹായുടെ ഭാരത സുവിശേഷ ദൗത്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഡൽഹിയിലെ 50ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് ഡൽഹിയിലെ ഒരു സ്റ്റേഡിയത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു വാക്ക് പറഞ്ഞു: പൗരസ്ത്യ ദേശങ്ങളുടെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ ഒരു തെളിവാണ് തോമസ് ലീഹായിലൂടെ ഇന്ത്യയിലെത്തിയ ക്രിസ്തു ചൈതന്യം. പൗരസ്ത്യ ആധ്യാത്മികതയുടെ വലിയ ഒരു തെളിവാണ് തോമസ് ലീഹായിലൂടെ ഭാരതത്തിലെത്തിയ ദൈവ ചൈതന്യം, ക്രിസ്തു ചൈതന്യം. എന്നിട്ട് അദ്ദേഹം ആവർത്തിക്കുകയാണ്: തോമസ് ലീഹായിലൂടെ യേശുവിന്റെ ചൈതന്യം ഭാരതത്തിലെത്തിയെങ്കിൽ ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ ആ ക്രിസ്തു ഇന്ന് ജനിക്കണം. ഓർക്കുക, ക്രൈസ്തവ സമൂഹത്തോട്, ക്രിസ്തീയ സമൂഹത്തോട് ഭാരതം എന്ന മഹാരാഷ്ട്രത്തിന്റെ അധ്യക്ഷൻ തോമസ് ലീഹായുടെ പ്രേക്ഷിത ചൈതന്യത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആ സമൂഹത്തിന് കൊടുക്കുന്ന ഉപദേശം: അങ്ങനെയെങ്കിൽ ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ ആ ക്രിസ്തു ചൈതന്യം ജനിക്കണം. അതിനപ്പുറത്തേക്ക് വേറൊരു ഉപദേശമുണ്ടോ? ഉണ്ടോ? ഇല്ല. ചരിത്രത്തിൽ ഇന്നും കുറിച്ചു വെച്ചിരിക്കുകയാണ് ആ വാക്കുകൾ. തോമസ് ലീഹായിലൂടെ ക്രിസ്തുവിന്റെ ചൈതന്യം ഭാരതത്തിന്റെ മണ്ണിനെ സ്പർശിച്ചുവെങ്കിൽ ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും എന്നാണ്. എല്ലാ മേഖലകളിലും, ജാതിയോ ധർമ്മമോ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാ മേഖലകളിലും, എല്ലാ ജനതകളുടെ ഇടയിലും ആ ക്രിസ്തു ജനിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നിഷ്ക്രിയത്വമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും
നിഷ്ക്രിയത്വമില്ല. നിന്നിൽ ഒരു തുടിപ്പുണ്ടെങ്കിൽ ആ തുടിപ്പ് നിന്റെ മനസ്സിന്റെയും വചനത്തിന്റെയും കർമ്മങ്ങളുടെയും മേഖലകളിലൂടെ പുറത്തേക്ക് വരണം. വരാത്തിടത്തോളം മാംസപിണ്ഡമായി അവശേഷിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജന്മം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും തോമാസ് ശ്ലീഹായും മറിയം ത്രേസ്യയും എന്നോടും നിന്നോടും പറയുന്ന ഒറ്റ സന്ദേശം ഇത് മാത്രമാണ്: നീ ഏകനായിരിക്കുമ്പോൾ നീ ദൈവത്തെ അറിയുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ഏകാന്തതയാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അപകടം. നീ ഏകനായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവാനുഭവം സ്വീകരിക്കുക, ദൈവത്തോട് ചേരുക, ദൈവത്തിന്റെ ചൈതന്യം അറിയുക, ദൈവത്തിന്റെ പ്രകാശം കാണുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ ദർശനം കാണുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ രുചി അറിയുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ മണം മണക്കുക, സ്വീകരിക്കുക, ദൈവത്തിന്റെ സ്വാദ് സ്വീകരിക്കുക, ദൈവിക ചൈതന്യം കൊണ്ട് നിറയുക. ഇനി നീ സമൂഹത്തിലായിരിക്കുമ്പോഴും ദൈവാനുഭവമുള്ളവനാവുക. മറിയം ത്രേസ്യ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രേരണ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ പലവരും വായിക്കുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിലൂടെ എനിക്ക് ലഭിച്ചൊരു സന്ദേശമുണ്ട്. ഈശോ എന്റെ മണവാളനാണ് എങ്കിൽ, ഈശോ എന്റെ ജീവന്റെ നാഥനാണ് എങ്കിൽ, ഈശോ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ആണ് എങ്കിൽ, ഈശോ എന്റെ ചൈതന്യം ആണ് എങ്കിൽ, ഈശോ എന്റെ സ്നേഹം ആണ് എങ്കിൽ, ആ സ്നേഹം എന്റെ ചുറ്റുമുള്ളവരും അറിയണം. ചിലപ്പോൾ ഭ്രാന്തി എന്ന് വിളിക്കും, ചിലപ്പോൾ വട്ടാന്ന് പറയും, ചിലപ്പോ മാറി നിന്നിട്ട് കാർക്കിച്ചു തുപ്പും, ചിലപ്പോ മാറി നിന്നിട്ട് വലിയ ചിത്രങ്ങൾ വരയ്ക്കും, പെയിന്റ് അടിക്കാൻ, താറടിക്കാൻ. ചിലപ്പോ മാറി നിന്നിട്ട് നമ്മുടെ തന്നെ വാക്കുകളും അവലോകനങ്ങളും വഴി വളരെ വികൃതമായ ഒരു ചിത്രവും ധാരണയും സൃഷ്ടിക്കും. ഒരു കുഴപ്പമില്ല. ഒരു കാര്യം സത്യമാണ്, അടുത്ത നൂറ്റാണ്ട്, സഭാ സമൂഹത്തിന്റെ അടുത്ത നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നാൽ പ്രശസ്തരല്ലാത്ത, ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നാൽ പ്രശസ്തരല്ലാത്ത, ഗുപ്തമായി ജീവിച്ചിരിക്കുന്ന, അധികം പ്രശസ്തിയോ അധികം സ്ഥാനമാനങ്ങളോ ഇല്ലാതെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധരുടെ പേരിലായിരിക്കും അടുത്ത നൂറ്റാണ്ട് അറിയപ്പെടാൻ പോവുക. ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, എന്നോടും നിന്നോടും ഈ ബുരാരി ഇടവക എന്ന ക്രിസ്തുവിന്റെ മൗലിക ശരീരം, ബുരാരി ഇടവക എന്ന ക്രിസ്തുവിന്റെ മൗലിക ശരീരം സന്ദേശമായി, ഉപദേശമായി, ആഗ്രഹമായി അവതരിപ്പിക്കുന്ന ഏകവാക്ക്, ഏകവചനം ഇത് മാത്രം: നീ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കുക, നിന്റെ സമൂഹത്തിൽ നീ ദൈവത്തെ അനുഭവിക്കുക, അറിയുക. ഏകാന്തത വലിയ വേദനയാണ്, ഏകാന്തത വലിയ ദുഃഖമാണ്, ഏകാന്തത വലിയ ഭാരമാണ്, ഏകാന്തത വലിയ നഷ്ടമാണ്, ഏകാന്തത വളരെ അന്യമായ ഒരു അവസ്ഥയാണ്, ഏകാന്തത വളരെ വലിയൊരു ശൂന്യതയാണ്. മനസ്സിനെയും ശരീരത്തെയും വ്രണപ്പെടുത്തുന്ന, കാർന്നു തിന്നുന്ന, കുത്തി വേദനിപ്പിക്കുന്ന, പുഴുക്കുത്തു പോലെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഏകാന്തത. അവിടെയാണ് മറിയം ത്രേസ്യയുടെ ജീവിതത്തിന്റെ സന്ദേശത്തിന്റെ അർത്ഥം. ഏകയായിരുന്നപ്പോൾ ദൈവത്തെ അനുഭവിച്ചവർ, മറ്റൊന്നും വേണ്ട, ദൈവത്തോടുള്ള ഐക്യം എങ്ങനെയാണ്? തുറവിയുള്ളവരാവുക. വചനത്തിലൂടെ ഇത് എത്രയോ മാധ്യമങ്ങൾ, എത്രയോ മേഖലകൾ ദൈവാനുഭവത്തിന് തുറക്കപ്പെടുന്നു. വചനം, കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, കൂദാശ അനുഭവങ്ങൾ എല്ലാം ഈ ദൈവത്തെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും തുറക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുള്ള കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയേറിയില്ല. നമുക്കൊരുങ്ങാം. ഈ ബലിയിൽ ഒറ്റ പ്രാർത്ഥന: കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിന്റെ ചൂട് എനിക്ക് തരണം. ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിന്റെ ചൂട്, നിന്റെ പ്രകാശം, ശക്തി, ചൈതന്യം, ബലം എനിക്ക് തരണം. ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ
എൻ്റെ ചുറ്റുമുള്ളവരിൽ കർത്താവെ ഈ ചൈതന്യം കൊടുക്കാൻ, ചുറ്റുമുള്ളവരിൽ ഈ ചൈതന്യം കൊടുക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ആമേൻ. പൂർത്തിയാക്കുകയും ചെയ്ത വിഷയമായി ഞങ്ങൾക്ക് നൽകപ്പെട്ട ബുദ്ധി സ്വീകാരത്തിന്റെ അറിവിൽ അയൽക്കാരെ സ്നേഹിക്കുവാനും ദുഃഖിതരെ ആശ്വസിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഒരു വിശ്വാസവും ഒരു മാമോദീസയും എല്ലാ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളെ ഒന്നായി തീരുവാൻ ഇടയാക്കണമെന്നാണ് പോലെ നിങ്ങൾ സത്യത്തിന്റെ സാക്ഷികളും പരിത്യാഗത്തിന്റെ മാതൃകളുമായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാഗ്രഹത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനമുഴുവന്റെയും കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവ്വത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരയിട്ട് വരട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചിരിക്കുകയും ചെയ്യട്ടെ. സ്നേഹപിതാവായ ദൈവമേ, ഈ കാസയിലെ വീഞ്ഞിനോടും പിലാസയിലെ അപ്പത്തോടുമൊപ്പം ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഇതെല്ലാം അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഇതെന്ന അനുഗ്രഹങ്ങൾ ഓർത്തുമ്പോൾ ഈ ജീവിതം മതിയാകില്ല അതിന് മറുനിരയായിട്ട് നൽകുവാൻ. എങ്കിലും ഒരുപാട് കുറവുകളും പോരായ്മകളുമുള്ള ഞങ്ങളുടെ ഈ ജീവിതം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഒറ്റയ്ക്കായിരിക്കുമ്പോഴും സമൂഹത്തോടുകൂടി ആയിരിക്കുമ്പോഴും നിന്നെ അനുഭവിക്കാൻ, നിന്നെ രുചിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവവുമെന്ന് ഏറ്റുപറയാൻ, ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ടതും മരിച്ചതും നീയാണെന്ന് ഏറ്റുപറയാൻ, ഉദ്ധാനം ചെയ്ത് ഞങ്ങളെ വീണ്ടെടുത്തത് നീയാണെന്ന് ഞങ്ങൾക്ക് ഏറ്റുപറയാൻ ഇടയാകട്ടെ.
ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ഈ കാഴ്ചവസ്തുക്കളോടൊപ്പം സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാ പാവനമീതയിൽ സർവരുമൊന്നായി പാടിടട്ടെ ആമേനാമേ. ആത്മായെയും നിടസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിൽ ഓർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. ഇവരെല്ലാവരും നിൻ മഹിമോദ്ധാനത്തിൽ ശരണം